ഒരു 2D ലെയറിന് 3D ലെയർ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ഈ ഒരു വെക്ടർ ഫയൽ കണ്ടോ ഫേസ്ബുക്കിൻ്റെ, അത് നമ്മൾ എന്ത് ചെയ്തു, സേവസ് കൊടുത്ത് ഫേസ്ബുക്ക് ലോഗോ ആയിട്ട് നമ്മൾ സേവ് ചെയ്തു. പിന്നീട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, അതിനുശേഷം കോമ്പോസിഷനിൽ പോയിട്ട് കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോയിട്ട് 3D റെൻഡറർ എന്താക്കി കൊടുത്തു, അഡ്വാൻസ്ഡ് 3D ആക്കി കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫേസ്ബുക്ക് ലോഗോനെ നേരെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി ആ ഫേസ്ബുക്ക് ലോഗോനെ എന്ത് ചെയ്തു, ആ ഫേസ്ബുക്ക് ലോഗോ വെക്ടർ ഫയലായ ഫേസ്ബുക്ക് ലോഗോയിൽ നിന്നും നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കി. ആ ഷേപ്പിനെ എന്താക്കി 3D ആക്കി കൊടുത്തു. ആ 3Dനെ ഇനി എന്ത് ചെയ്തു, ഈ ജിയോമെട്രിക് ഓപ്ഷൻ കണ്ടോ, അതിൽ പോയിട്ട് എക്സ്ട്രൂഷൻ ഡെപ്ത് എന്ത് കൊടുത്തു, 100 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു കൂടിയത് കണ്ടോ നിങ്ങൾ. ഓക്കെ, എക്സ്ട്രൂഷൻ ഡെപ്ത് 100 ആക്കി കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി എന്ത് ചെയ്തു, മെറ്റീരിയൽ ഓപ്ഷനിൽ പോയിട്ട് സ്പെക്ടാക്കുലർ ഇൻറ്റൻസിറ്റി കണ്ടോ നിങ്ങൾ, ഇത് ഒരു 75% കൊടുത്തു. ഓക്കെ, അതുപോലെ സ്പെക്ടാക്കുലർ ഷൈനിനെസ് അതും ഒരു 75% കൊടുത്തു. വന്നൊരു മാറ്റങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ. അതിനുശേഷം എന്ത് ചെയ്തു, എൻവിറോൺമെൻറ്റ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എന്താ വെച്ചാൽ ഒരു ക്രോം ടെക്സ്ചർ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ലെയറിലേക്ക് പോയിട്ട് ഒരു പുതിയ എൻവിറോൺമെൻറ്റ് കണ്ടോ, ഇവിടെ കണ്ടോ, എൻവിറോൺമെൻറ്റ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എൻവിറോൺമെൻറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഡിഫോൾട്ട് ഉള്ളത് ക്രോം ടെക്സ്ചർ കൊടുത്തു. ഇപ്പോൾ ഇവിടെ വന്ന മാറ്റം കണ്ടോ നിങ്ങൾ, ഇത് ഡിഫോൾട്ടായിട്ട് കൊടുക്കുമ്പോഴും കൊടുക്കാതെ നിന്നപ്പോഴുള്ള വ്യത്യാസം കണ്ടോ നിങ്ങൾ. അപ്പോൾ അതാണ് ഈ ക്രോം ടെക്സ്ചർ കൊടുത്ത്. ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 80 ഡിഗ്രി പനോറമിക് എൻവിറോൺമെൻറ്റ് HDRI ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളൊരു ക്രോം ടെക്സ്ചർ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ട്രാൻസ്ഫോമറിൽ പോയിട്ട് XY ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഒരു 2 സെക്കൻഡിൽ കൊടുത്തിട്ട് ഒരു കണ്ട ഇത് മാറുന്ന ഒരു എഫക്റ്റ് കണ്ടോ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഇനി അത് രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫേസ്ബുക്ക് ലോഗോ ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്തു, ട്രാൻസ്ഫോമറിൽ പോയിട്ട് പൊസിഷനും സ്കെയിലും ഓറിയൻറ്റേഷനും കീ ഫ്രെയിം കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണേ, ഒരു ആനിമേഷന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതെന്ത് ചെയ്തു, F9 പ്രസ് ചെയ്തിട്ട് ഇതിനെ ഈസി ചെയ്തു കേട്ടോ. ഇനി എന്ത് ചെയ്തു, അതിൻ്റെ സ്പീഡ് ഗ്രാഫ് എന്ത് ചെയ്തു, ഒരു കുറച്ചൊന്ന് ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഇത് വന്നത് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു പ്ലഗിനും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ ആഫ്റ്റർ എഫക്ട്സിൽ നിന്നുകൊണ്ട് തന്നെ ഒരു 3D ആനിമേഷൻ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് കേട്ടോ.